السلام عليكم ورحمة الله تعالى وبركاته. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلة هيلتي أدركني يا حبيب الله. എൻ്റെ പ്രിയപ്പെട്ട മുഈന സുഹൃത്തുക്കളെ, അധ്യാപകരെ, എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ സാഹിത്യ സമാജം നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. എൻ്റെ നെഞ്ച് പൊട്ടിപ്പോകുന്ന ഒരു വിഷയമാണ് എനിക്ക് നിങ്ങൾ തന്നിട്ടുള്ളത്. ഒരിക്കലും എത്രത്തോളം ഇത് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം അതിനുള്ള ഒരു അർഹത എനിക്കില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള യഥാർത്ഥ ഇഷ്ക്, അതാണ് എനിക്കിന്ന് ഇവിടെ കിട്ടിയിട്ടുള്ള വിഷയം. ഞാനതെങ്ങനെ നിങ്ങളോട് അതിനെക്കുറിച്ച് പറയാമെന്ന് എനിക്കറിയില്ല. കാരണം ഒരിക്കലും അതിനുള്ള അർഹത എനിക്കില്ല, അത് അറിയോ ഇല്ല. എങ്ങനെയാണ് യഥാർത്ഥ ഇഷ്ക്? ഓരോ തവണ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയുമ്പോഴും പഠിക്കുമ്പോഴും ഒരു തീരാത്ത കടൽ പോലെയാണ് മുത്തായ മുത്തുനൂർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇന്ന് ഞാൻ ഈ മുഈന കോഴ്സ് എടുക്കാൻ തന്നെ കാരണം ഒരൊറ്റ സബ്ജക്റ്റാണ്, ഷമായിൽ. ആ ഒരൊറ്റ സബ്ജക്റ്റാണ്. വേറെ ഒരു സബ്ജക്റ്റും ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ ഷമായിൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാനിവിടെ ഈ മുഈന കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ നിന്നത്. ഞാനെങ്ങനെ നിങ്ങളോട് അതിനെക്കുറിച്ചിട്ട് പറയാമെന്ന് എനിക്കറിയില്ല. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഈ നാവിൽ വരെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് ഉച്ചരിക്കാനുള്ള അർഹത എൻ്റെ ഈ നാവിന് പോലും ഇല്ല. ഒരിക്കലും ഞാൻ എൻ്റെ നാവിനത് കൊടുക്കൂല. അത്രയും പവിത്രമായ ആ ഒരു നാമം, മാഷാ അല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ആരാണ് മുത്തുനബി? പരിശുദ്ധമായ റബീഉൽ അവൽ മാസത്തിലാണ് ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വെറും റബീഉൽ അവൽ 1 മുതൽ 30 വരെയോ അല്ലെങ്കിൽ റബീഉൽ അവൽ 1 മുതൽ 12 വരെയോ ഉള്ള ദിവസങ്ങളിൽ ഒതുങ്ങി പോവേണ്ടതല്ല നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള യഥാർത്ഥ ഇഷ്ക്. ആ ഒരു സ്നേഹം ഈ ഒരു ഇത്രയും കാലയളവിൽ മാത്രം ഒതുങ്ങി പോകേണ്ട ഒന്നല്ല. നമ്മുടെ ഓരോ ശ്വാസത്തിലും, നമ്മുടെ ഓരോ രക്തക്കുഴലുകളിലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നാമം, ആ ഒരു സെൻറ്റൻസ്, ആ ഒരു വാക്യം നമ്മുടെ സിരകളിലൂടെ, ശരീരത്തിലൂടെ സ്പ്രെഡ് ചെയ്യണം. നമ്മുടെ ബോഡി കംപ്ലീറ്റ്, നമ്മുടെ ഓരോ ബ്ലഡിലും വേണം ആ ഒരു നാമം. നമ്മൾ രാവിലെ എണീറ്റത് മുതൽ നമ്മളൊരു ഇഷ്ടപ്പെട്ട ആളെ നമ്മളൊരു ദിവസം എത്ര ഓർക്കും? അതിനേക്കാളും ഓരോ ശ്വാസത്തിലും നമ്മുടെ മുത്തായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിഞ്ഞിരിക്കണം. നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതൊരെന്താ പറയുക, ഫാൻറ്റസി ലൈഫാണ് മക്കളെ. നമുക്കിതുവരെ നമ്മൾ എന്താ പറയുക, ആസ്വദിക്കാത്ത പല കാര്യങ്ങളും, എന്താ പറയുക, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു മാജിക്കൽ, ഒരു മിറാക്കിൾ എന്നൊക്കെ പറയും. എനിക്ക് എന്ത് പറഞ്ഞിട്ട് അതിനെ പറയാമെന്ന് എനിക്കറിയില്ല. അത്രക്കും വേറെ തന്നെ ഒരു ലൈഫായിരിക്കും നമ്മുടെ ഓരോ സെക്കൻഡിലും നമ്മളെ മുത്തായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ. മാഷാ അല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഓരോ സെക്കൻഡിലും സ്വലാത്തിൽ അലിയണം. ഒഴിവുള്ള സമയം മദ്ഹ് പാടണം. മദ്ഹ് പാടി നോക്കിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും മനസ്സറിഞ്ഞ് മദ്ഹ് പാടി നോക്കിയിട്ടുണ്ടോ? സ്വല്ലല്ലാഹ് സ്വല്ലല്ലാഹ് അലൈക സ്വല്ലല്ലാഹ് സ്വല്ലല്ലാഹ് അലൈക നൂറുല്ലാഹ് സ്വല്ലല്ലാഹ് സ്വല്ലല്ലാഹ്. ഹൃദയമാണ് എൻ്റെ നബി. ആ ഹൃദയമാണ് എൻ്റെ നബി എന്ന് പറയുമ്പോൾ നമ്മളെ ഹൃദയത്തോടെ നമ്മൾ തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചേർത്ത് വെക്കാണ്. അതൊരു വേറെ തന്നെ ഫീലാണ്. നമ്മൾ ആരെങ്കിലും ആ ഫീൽ അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു നിമിഷം മുതൽ എൻ്റെ മുത്തായ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകണം എൻ്റെ ജീവിതം. എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ നൂറ് നിറഞ്ഞു നിൽക്കണം നബിയെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങയെ ഇഷ്ക് പോവാണെന്നുള്ളൊരു നിയത്തിലുണ്ടല്ലോ. തുടങ്ങി നോക്കിക്കോളി മക്കളെ, ഫലം ഉണ്ടാവും, ഉറപ്പാണ്. നമുക്ക് തങ്ങളൊരു തുള്ളി ഇഷ്ടമാണെന്ന് തങ്ങൾ അറിഞ്ഞാലുണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ പറയണം കേട്ടോ. ഞാൻ തങ്ങൾ പറയുമ്പോഴൊക്കെ ഉറക്കനെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുന്നുണ്ട്, നമുക്ക് ഇഷ്ക് വെക്കാൻ ആഗ്രഹമുണ്ട് നമ്മൾ അറിയുന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് ഓരോ ചാൻസായിട്ട് തങ്ങൾ തന്നോളും സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കിങ്ങനെ ഓരോന്ന് തന്നോളും. നമ്മൾ എവിടെ തുടങ്ങണം, എന്ത് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം നമുക്ക് അറിയുന്നില്ലെങ്കിൽ ഫസ്റ്റ് വൺ ശ്രദ്ധിച്ചോ, ഫസ്റ്റ് വൺ സ്വലാത്തിൽ അലിയണം. ആ സ്വലാത്ത് എത്ര ദിവസം ഇത്രയും വേണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഓർമ്മ വരുമ്പോഴൊക്കെ നമ്മൾ എന്താക്കണം, അതിന് കൈമേൽ കൗണ്ടർ വേണമെന്നോ ഒന്നുമില്ല. നമ്മൾ ഏത് സദസ്സിലായിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഏത് ഹറാമിലായിക്കോട്ടെ, നമ്മൾ എന്താക്കണം, എൻ്റെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വഹി, അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വഹി റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് നിൽക്കണം. പിന്നെ ഒരു പക്ഷേ നമ്മളിപ്പോൾ ഇന്നൊരു ഹറാം എന്നാണ് പറഞ്ഞെങ്കിൽ നാളെ നമ്മൾ ആ ഹറാമുക്ക് നമുക്ക് പോകാൻ കഴിയൂല. അത് ഞാൻ നിങ്ങൾക്ക് ആ ഉറപ്പ് തരാം. നിങ്ങൾ അത്രയും സിൻസിയാരിറ്റിയിലോട് കൂടിയിട്ടാണ് സ്വലാത്ത് ചൊല്ലുന്നത്, നിങ്ങൾക്ക് പോകാൻ കഴിയില്ല.